ഹലോ പ്രിയപ്പെട്ടവരെ, ഇത് ഡാനിയലച്ചനാണ്. ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലെത്തിക്കുന്നത് അസെൻഷൻ. ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കുന്നു, ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു. ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ സഹായത്തോടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങളിലൂടെ മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെ ഒരു സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നുവെന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം ആ കഥയിൽ നമ്മൾ എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് BIYindia.com/മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ഇന്ന് ദിവസം 47. ഇന്നത്തെ വചന പാരായണത്തിൻ്റെ ഭാഗങ്ങൾ: പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം, ലേവ്യരുടെ പുസ്തകം 23, സങ്കീർത്തനങ്ങൾ 79. നാം വചനം വായിച്ചു തുടങ്ങുന്നു. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. പുറപ്പാട് അധ്യായം 32. മോശ മലയിൽ നിന്നിറങ്ങി വരാൻ വൈകുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹ്റോന്റെ പക്കൽ സമ്മേളിച്ചു. അവർ അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഞങ്ങൾക്ക് മുമ്പേ പോകുന്ന ദേവന്മാരെ ഞങ്ങൾക്കായി ഉണ്ടാക്കുക. എന്തെന്നാൽ ഞങ്ങളെ ഈജിപ്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന ആ മനുഷ്യന് എന്തു സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിവില്ല. അഹ്റോൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലുള്ള സ്വർണവളയങ്ങൾ ഊരി എൻ്റെ അടുത്ത് കൊണ്ടുവരുവിൻ. ജനം മുഴുവൻ തങ്ങളുടെ കാതുകളിലെ സ്വർണവളയങ്ങൾ ഊരി അഹ്റോന്റെ അടുത്ത് കൊണ്ടുചെന്നു. അവൻ അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി ഉളികൊണ്ടതിനെ രൂപപ്പെടുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, ഇസ്രായേലേ, ഇവരാണ് ഈജിപ്ത് നാട്ടിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ. അത് കണ്ടിട്ട് അഹ്റോൻ അതിൻ്റെ മുമ്പിൽ ഒരു ബലിപീഠം പണിതു. തുടർന്ന് അഹ്റോൻ വിളിച്ചു പറഞ്ഞു, നാളെ കർത്താവിൻ്റെ ഉത്സവമായിരിക്കും. അവർ പിറ്റേന്ന് നേരത്തെ ഉണർന്ന് ഹോമസമർപ്പണങ്ങൾ നടത്തി സമാധാന സമർപ്പണ വസ്തുക്കൾ കൊണ്ടുവന്നു. തിന്നാനും കുടിക്കാനുമായി ജനം ഇരുന്നു. മേളിക്കാനായി അവർ എഴുന്നേറ്റു. കർത്താവ് മോശയോട് പ്രസ്താവിച്ചു, ഇറങ്ങിച്ചെല്ലുക. എന്തെന്നാൽ ഈജിപ്ത് നാട്ടിൽ നിന്ന് നീ പുറത്തു കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ ദുഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ കൽപ്പിച്ച മാർഗത്തിൽ നിന്ന് അവർ ശീഘ്രം വ്യതിചലിച്ചിരിക്കുന്നു. അവരൊരു കാളക്കുട്ടിയെ തങ്ങൾക്കായി വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിന് ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഇസ്രായേലേ, ഇവരാണ് ഈജിപ്ത് നാട്ടിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദേവന്മാരെന്ന് അവർ പറയുകയും ചെയ്തിരിക്കുന്നു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഈ ജനത്തെ ഞാൻ ശ്രദ്ധിച്ചു. ഇതാ, ഇവർ പിടലി കെടുത്ത ഒരു ജനമാണ്. അതിനാൽ ഇപ്പോൾ നീ എന്നെ തനിയെ വിട്ടേക്കൂ. എൻ്റെ ക്രോധം അവർക്കെതിരെ ആളിക്കത്തി ഞാൻ അവരെ ഇല്ലായ്മ ചെയ്യട്ടെ. എന്നാൽ നിന്നെ ഞാൻ ഒരു വലിയ ജനതയാക്കും. മോശ തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ കേണപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, വലിയ ശക്തിയാലും കരുത്തുറ്റ കരത്താലും അങ്ങ് തന്നെ ഈജിപ്ത് നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അങ്ങയുടെ ക്രോധം ജ്വലിക്കുന്നതെന്ത്? മലകളിൽ വെച്ചവരെ കൊന്നുകളയുകയെന്നും ഭൂമുഖത്തു നിന്നവരെ ഇല്ലായ്മ ചെയ്യുകയെന്നുമുള്ള ദുരുദ്ദേശത്തോടെയാണ് അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുപോയതെന്ന് ഈജിപ്തുകാർ പറയാൻ ഇടവരുത്തുന്നതെന്തിന്? അങ്ങയുടെ ഉഗ്രകോപത്തിൽ നിന്ന് പിന്തിരിയണമേ. അങ്ങയുടെ ജനത്തിനുണ്ടാകാനിരിക്കുന്ന അനർത്ഥത്തെ പ്രതി പരിതപിക്കണമേ. അങ്ങയുടെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. അവരോടാണല്ലോ അങ്ങ് അങ്ങയെക്കൊണ്ട് ശപഥം ചെയ്തിട്ടുള്ളത്. അവരോടാണല്ലോ അങ്ങ് അരുൾ ചെയ്തത്, നിങ്ങളുടെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഞാൻ വർദ്ധിപ്പിക്കുകയും ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ നാട് മുഴുവൻ നിങ്ങളുടെ സന്തതിക്ക് ഞാൻ നൽകുകയും അവർ അതെന്നേക്കും അവകാശമാക്കുകയും ചെയ്യും. അപ്പോൾ തൻ്റെ ജനത്തിനെതിരായി ചെയ്യുമെന്ന് പറഞ്ഞ അനർത്ഥത്തെ പ്രതി കർത്താവ് പരിതപിച്ചു. മോശ തിരിഞ്ഞ് മലയിൽ നിന്നിറങ്ങി. അവൻ്റെ കയ്യിൽ സാക്ഷ്യത്തിൻ്റെ 2 ഫലകങ്ങളുണ്ടായിരുന്നു. ഫലകങ്ങൾ അവയുടെ ഇരുവശങ്ങളിലും എഴുതപ്പെട്ടവയായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും എഴുതപ്പെട്ടവയായിരുന്നു അവ. ഫലകങ്ങൾ ദൈവത്തിൻ്റെ വേലയായിരുന്നു. ഫലകങ്ങളിന്മേൽ കൊത്തപ്പെട്ട ആ ലിഖിതം ദൈവത്തിൻ്റെ ലിഖിതമായിരുന്നു. അട്ടഹാസത്തോടെയുള്ള ജനത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ പാളയത്തിൽ യുദ്ധഭേരി എന്ന് ജോഷുവ മോശയോട് പറഞ്ഞു. എന്നാൽ അവൻ പറഞ്ഞു, ധീരതയുടെ വിജയഗാനഭേരിയല്ല, പരാജയത്തിൻ്റെ വിലാപഗാനഭേരിയുമല്ല, ഉന്മാദഗാനഭേരിയാണ് ഞാൻ കേൾക്കുന്നത്. മോശ പാളയത്തെ സമീപിക്കവേ കാളക്കുട്ടിയെയും നൃത്തപ്രകടനങ്ങളുമാണ് കാണാനിടയായത്. മോശയുടെ കോപം ആളിക്കത്തി. ഫലകങ്ങൾ അവൻ തൻ്റെ കയ്യിൽ നിന്ന് വലിച്ചെറിഞ്ഞു. മലയുടെ അടിവാരത്തിൽ അവൻ തച്ചുടച്ചു. അവരുണ്ടാക്കിയ കാളക്കുട്ടിയെ അവനെടുത്ത് തീയിൽ ചുട്ടു. അത് പൊടിയാകുന്നതുവരെ ഇടിച്ചരച്ചു.
അത് ജലപ്പരപ്പിൽ വിതറി ഇസ്രായേല്യരെ കുടിപ്പിച്ചു. മോശ അഹ്റോനോട് ചോദിച്ചു, ഈ ജനത്തിന്മേൽ വലിയൊരു പാപം നീ വരുത്തിവെക്കാൻ അവർ നിന്നോട് എന്തു ചെയ്തു? അഹ്റോൻ പറഞ്ഞു, എൻ്റെ യജമാനൻ്റെ കോപം ജ്വലിക്കാതിരിക്കട്ടെ. ഈ ജനത്തെ അങ്ങേക്കറിയാമല്ലോ. തീർച്ചയായും ഇവർ തിന്മയ്ക്ക് വശകരാണ്. അവർ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് മുമ്പേ പോകുന്ന ദേവന്മാരെ ഞങ്ങൾക്കായി ഉണ്ടാക്കുക. എന്തെന്നാൽ ഞങ്ങളെ ഈജിപ്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന ആ മനുഷ്യന് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിവില്ല. ആർക്കാണ് സ്വർണമുള്ളത് എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവർ ഊരി അതെനിക്ക് തന്നു. ഞാനത് തീയിലിട്ടു. അപ്പോൾ ഈ കാളക്കുട്ടി പുറത്തു വന്നു. ജനം താന്തോന്നികളാക്കപ്പെട്ടു എന്ന് മോശ കണ്ടു. കാരണം തങ്ങളുടെ പ്രതിയോഗികളുടെ ഇടയിൽ ഒരവഹേളനമാകാൻ അഹ്റോൻ അവരെ തന്നിഷ്ടത്തിന് വിട്ടിരുന്നു. മോശ പാളയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവിനായി എൻ്റെ പക്ഷത്ത് ആരുണ്ട്? ലേവ്യരെല്ലാവരും അവൻ്റെ പക്ഷത്ത് ഒന്നിച്ചുകൂടി. അവൻ അവരോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ കൽപ്പിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും ഉടവാൾ ധരിക്കുവിൻ. നിങ്ങൾ ഒരുവൻ തൻ്റെ സഹോദരനെയും ഇതരൻ തൻ്റെ സുഹൃത്തിനെയും മറ്റൊരുവൻ തൻ്റെ അയൽക്കാരനെയും പാളയത്തിൽ കവാടം കയറിയിറങ്ങി വധിക്കുവിൻ. മോശയുടെ വാക്കനുസരിച്ച് ലേവ്യർ പ്രവർത്തിച്ചു. ആ ദിവസം ജനത്തിൽ നിന്ന് 3000-ഓളം പേർ നിബദിച്ചു. മോശ പറഞ്ഞു, ഇന്ന് ഓരോ ആളും തൻ്റെ മകനും തൻ്റെ സഹോദരനുമെതിരായി കർത്താവിന് വേണ്ടി നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവിൻ. ഇന്ന് നിങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയേണ്ടതിനാണിത്. പിറ്റേ ദിവസമായപ്പോൾ മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ വലിയ പാപം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലാം. ഒരുപക്ഷെ നിങ്ങളുടെ പാപത്തെ പ്രതി പരിഹാരം ചെയ്യാൻ എനിക്ക് കഴിയും. മോശ കർത്താവിൻ്റെ അടുക്കൽ തിരിച്ചു ചെന്ന് ഉണർത്തിച്ചു, ആ കഷ്ടം! ഈ ജനം ഒരു വലിയ പാപം ചെയ്തുപോയി. അവർ തങ്ങൾക്കായി സ്വർണ്ണദേവന്മാരെ ഉണ്ടാക്കി. ആകയാൽ ഇപ്പോൾ അങ്ങ് ഒന്നുകിൽ അവരുടെ പാപം ക്ഷമിക്കണം, അല്ലെങ്കിൽ അങ്ങ് എഴുതിയിട്ടുള്ള അങ്ങയുടെ പുസ്തകത്തിൽ നിന്ന് എന്നെ ദയവായി മായ്ച്ചു കളയണം. അപ്പോൾ കർത്താവ് മോശയോട് അരുൾ ചെയ്തു, എനിക്കെതിരായി പാപം ചെയ്തതാരോ അവനെയാണ് എൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ തുടച്ചു നീക്കുന്നത്. ഇപ്പോൾ നീ പോയി ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളിടത്തേക്ക് ജനത്തെ നയിക്കുക. ഇതാ എൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോകും. എങ്കിലും എൻ്റെ സന്ദർശനത്തിൻ്റെ ദിവസം അവരുടെ പാപത്തെ പ്രതി ഞാൻ അവരെ ശിക്ഷിക്കും. അഹ്റോൻ ഉണ്ടാക്കിയ കാളക്കുട്ടിയുമായി ജനം ചെയ്തതിനെ പ്രതി അവരെ കർത്താവ് പ്രഹരിച്ചു. ലേവ്യർ അധ്യായം 23. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു, ഇസ്രായേല്യരോട് നീ പ്രഖ്യാപിച്ചു പറയുക, ഇവയാണ് കർത്താവിൻ്റെ തിരുനാളുകളായി നിങ്ങൾ വിളിച്ചുകൂട്ടേണ്ട വിശുദ്ധ സ്ഥലത്തെ സമ്മേളനങ്ങൾ. എൻ്റെ തിരുനാളുകളാണവ. 6 ദിവസം ജോലി ചെയ്യാം. 7-ാം ദിവസം വിശുദ്ധ സ്ഥലത്തെ സമ്മേളനത്തിനുള്ള പൂർണ്ണ വിശ്രമത്തിൻ്റെ സാബത്താണ്. നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത്. നിങ്ങളുടെ സകല വാസസ്ഥാനങ്ങളിലും അത് കർത്താവിനുള്ള സാബത്താണ്. അവയുടെ നിശ്ചിത സമയങ്ങളിൽ നിങ്ങൾ വിളിച്ചുകൂട്ടേണ്ട കർത്താവിൻ്റെ സമാഗമങ്ങൾ, അതായത് വിശുദ്ധ സ്ഥലത്തെ സമ്മേളനങ്ങൾ ഇവയാണ്. 1-ാം മാസം 14-ാം ദിവസം സായം സന്ധ്യയിൽ കർത്താവിനുള്ള പെസഹായാണ്. ഈ മാസത്തിൻ്റെ 15-ാം ദിവസം കർത്താവിനുള്ള പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളാണ്. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 1-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സ്ഥലത്തെ സമ്മേളനമുണ്ടായിരിക്കണം. ദാസവേലയൊന്നും നിങ്ങൾ ചെയ്യരുത്. 7 ദിവസവും നിങ്ങൾ കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണം നടത്തണം. 7-ാം ദിവസം വിശുദ്ധ സ്ഥലത്തെ സമ്മേളനമുണ്ടായിരിക്കണം. നിങ്ങൾ ദാസവേലയൊന്നും ചെയ്യരുത്. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു, ഇസ്രായേല്യരോട് നീ പ്രഖ്യാപിച്ചു പറയുക, ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശത്ത് എത്തിച്ചേർന്ന് നിങ്ങളതിൻ്റെ വിളവെടുക്കുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തിൻ്റെ ആദ്യ കതിർപ്പിടി പുരോഹിതൻ്റെ പക്കൽ കൊണ്ടുവരണം. നിങ്ങളുടെ സ്വീകാര്യതയ്ക്കായി പുരോഹിതൻ കർത്താവിന് മുമ്പിൽ കതിർപ്പിടി നീരാജനം ചെയ്യണം. സാബത്തിൻ്റെ പിറ്റേ ദിവസം അവനത് ഒഴിയട്ടെ. നിങ്ങൾ കതിർപ്പിടി നീരാജനം ചെയ്യുന്ന ദിവസം തന്നെ 1 വയസ്സുള്ള തികവുറ്റ ഒരു മുട്ടാടിനെ കർത്താവിന് ഹോമയാഗമായി സമർപ്പിക്കണം. അതിൻ്റെ ധാന്യയാഗമായി എണ്ണയിൽ കുഴച്ച 2 ഇസറോൻ നേരിയ മാവ് കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണമായും 4-1 ഹിൻ വീഞ്ഞ് അതിൻ്റെ പാനീയയാഗമായും സമർപ്പിക്കണം. നിങ്ങളുടെ ദൈവത്തിൻ്റെ കാഴ്ചവസ്തു കൊണ്ടുവരുന്നതുവരെ അതേ ദിവസം വരെ നിങ്ങൾ അപ്പമോ മലരോ കതിരോ ഭക്ഷിക്കരുത്. ഇത് നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും നിങ്ങളുടെ തലമുറകൾക്ക് ശാശ്വത ചട്ടമാണ്. സാബത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ, അതായത് നിങ്ങൾ നീരാജനത്തിൻ്റെ കതിർപ്പിടി കൊണ്ടുവന്ന ദിവസം മുതൽ 7 പൂർണ്ണവാരങ്ങൾ ഉണ്ടാകത്തക്ക വിധം നിങ്ങൾക്കായി കണക്കാക്കണം. 7-ാമത്തെ സാബത്തിൻ്റെ പിറ്റേന്ന് വരെ 50 ദിവസം നിങ്ങൾ കണക്കാക്കണം. എന്നിട്ട് കർത്താവിന് ഒരു നവധാന്യയാഗം നിങ്ങൾ സമർപ്പിക്കണം. 2 ഇസറോൻ നേരിയ മാവ് കൊണ്ടുള്ള ഒരു നീരാജനയപ്പം നിങ്ങളുടെ വസതികളിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവരണം. അവ പുള്ളിപ്പുള്ളതും ചുട്ടതുമായിരിക്കണം. കർത്താവിനുള്ള ആദ്യ ഫലാർപ്പണമാണിത്. അപ്പത്തിന് പുറമെ
1 വയസ്സുള്ള തികവുറ്റ 7 ആൺചെമ്മരിയാട്ടിൻകുട്ടികളെയും കാലിക്കിടാവായ ഒരു മൂരിയെയും 2 മുട്ടാടുകളെയും നിങ്ങൾ സമർപ്പിക്കണം. അവ കർത്താവിനുള്ള ഹോമയാഗവും കർത്താവിന് പ്രസാദകരമായ ധാന്യയാഗവും പാനീയാർപ്പണവും ചേർന്ന അഗ്നിയിലുള്ള പരിമളാർപ്പണവുമായിരിക്കും. കൂടാതെ പാപമുക്തിയാഗത്തിന് 1 കോലാട്ടിൻമുട്ടനെയും സമാധാനബലിക്ക് 1 വയസ്സുള്ള 2 ആൺചെമ്മരിയാട്ടിൻകുട്ടികളെയും നിങ്ങൾ അർപ്പിക്കണം. പുരോഹിതൻ അവയെ ആദ്യ ഫലാർപ്പണമായ അപ്പത്തോടും 2 ആൺചെമ്മരിയാട്ടിൻകുട്ടികളോടുമൊപ്പം നീരാജനമായി കർത്തൃസന്നിധിയിൽ ഒഴിയണം. കർത്താവിനുള്ള വിശുദ്ധ വസ്തുവായ അവ പുരോഹിതനുള്ളതാണ്. അതേ ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനമാണെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം. ദാസവേലയൊന്നും നിങ്ങൾ ചെയ്യരുത്. സകല വാസസ്ഥാനങ്ങളിലും നിങ്ങളുടെ തലമുറകൾക്കുള്ള ശാശ്വത ചട്ടമാണിത്. നിങ്ങളുടെ നാടിൻ്റെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ നിന്റെ വിളവെടുപ്പിൽ വയലിൻ്റെ അരിക് നീ കൊയ്ത് തീർക്കരുത്. നിന്റെ വിളയുടെ കാലാ പെറുക്കരുത്. അത് പാവപ്പെട്ടവനും പ്രവാസിക്കുമായി വിടണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. കർത്താവ് മോശയോട് വചിച്ചു, ഇസ്രായേല്യരോട് ഇപ്രകാരം പ്രസ്താവിക്കുക: 7-ാം മാസം 1-ാം തീയതി നിങ്ങൾക്ക് പൂർണ്ണ വിശ്രമം, അനുസ്മരണ കാഹളധ്വനി, വിശുദ്ധ സ്ഥലത്തെ സമ്മേളനം എന്നിവയുണ്ടായിരിക്കണം. നിങ്ങൾ ദാസവേലയൊന്നും ചെയ്യരുത്. കർത്താവിന് അഗ്നിയിലുള്ള ഒരർപ്പണം നിങ്ങൾ നടത്തണം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: 7-ാം മാസത്തിൻ്റെ തന്നെ 10-ാം തീയതി പരിഹാരകർമ്മങ്ങളുടെ ദിനമായിരിക്കണം. നിങ്ങൾക്ക് വിശുദ്ധ സ്ഥലത്തെ സമ്മേളനമുണ്ടായിരിക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ എളിമപ്പെടുത്തണം. കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണം കാഴ്ചവെക്കുകയും വേണം. അത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങളെ പ്രതി പരിഹാരം ചെയ്യാനുള്ള പരിഹാരകർമ്മങ്ങളുടെ ദിനമായതുകൊണ്ട് ആ ദിവസം നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത്. എന്നാൽ അതേ ദിവസം സ്വയം എളിമപ്പെടാത്ത ഏതു വ്യക്തിയും സ്വജനങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. അന്ന് എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ അവൻ്റെ ജനത്തിനിടയിൽ നിന്ന് ഞാൻ ഉന്മൂലനം ചെയ്യും. നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത്. സകല വാസസ്ഥാനങ്ങളിലും നിങ്ങളുടെ തലമുറകൾക്കുള്ള ശാശ്വത ചട്ടമാണിത്. അത് നിങ്ങൾക്ക് പൂർണ്ണ വിശ്രമത്തിൻ്റെ സാപത്തായിരിക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ എളിമപ്പെടുത്തണം. മാസത്തിൻ്റെ 9-ാം തീയതി സായാഹ്നത്തിൽ സായാഹ്നം മുതൽ സായാഹ്നം വരെ നിങ്ങൾ സാബത്ത് ആചരിക്കണം. കർത്താവ് മോശയോട് വചിച്ചു, ഇസ്രായേല്യരോട് ഇപ്രകാരം പ്രസ്താവിക്കുക: 7-ാം മാസം തന്നെ 15-ന് തുടങ്ങി 7 ദിവസത്തേക്ക് കർത്താവിൻ്റെ കൂടാരത്തിരുനാളാണ്. ആദ്യ ദിവസം വിശുദ്ധ സ്ഥലത്തെ സമ്മേളനമുണ്ടായിരിക്കണം. ദാസവേലയൊന്നും നിങ്ങൾ ചെയ്യരുത്. 7 ദിവസം നിങ്ങൾ കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണം നേദിക്കണം. 8-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സ്ഥലത്തെ സമ്മേളനമുണ്ടായിരിക്കണം. കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണം നേദിക്കുകയും വേണം. അതൊരു വിശേഷ യോഗമാണ്. ദാസവേലയൊന്നും നിങ്ങൾ ചെയ്യരുത്. കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണമായി ഹോമയാഗം, ധാന്യയാഗം, ബലി, പാനീയാർപ്പണം എന്നിവ പ്രതിദിന കർമ്മങ്ങളായി അർപ്പിക്കാനുള്ള വിശുദ്ധ സമ്മേളനങ്ങളായി നിങ്ങൾ വിളിച്ചുകൂട്ടേണ്ട കർത്താവിൻ്റെ സമാഗമങ്ങൾ ഇവയാണ്. ഇവയ്ക്ക് പുറമെയാണ് കർത്താവിൻ്റെ സാബത്തുകളും നിങ്ങൾ കർത്താവിന് നൽകുന്ന സകല വഴിപാടുകളും എല്ലാ നേർച്ചകളും സ്വാഭീഷ്ട കാഴ്ചകളും. മാത്രമല്ല 7-ാം മാസം 15-ാം ദിവസം ഭൂമിയിലെ വിള ശേഖരിക്കുമ്പോൾ 7 ദിവസം നിങ്ങൾ കർത്താവിൻ്റെ തിരുനാൾ കൊണ്ടാടണം. ആദ്യ ദിവസം പാവന വിശ്രമം, 8-ാം ദിവസവും പാവന വിശ്രമം. 1-ാം ദിവസം ശ്രേഷ്ഠവൃക്ഷത്തിൻ്റെ ഫലം, ഈന്തപ്പന കൈകൾ എന്നിവയും ഇലതൂർന്ന വൃക്ഷച്ചില്ലയും ആറ്റരളിയും എടുത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ 7 ദിവസം ആമോദിക്കണം. വർഷത്തിൽ 7 ദിവസം നിങ്ങൾ അത് കർത്താവിൻ്റെ തിരുനാളായി കൊണ്ടാടണം. നിങ്ങളുടെ തലമുറകൾക്ക് ശാശ്വത ചട്ടമായി 7-ാം മാസത്തിൽ അത് നിങ്ങൾ കൊണ്ടാടണം. 7 ദിവസത്തേക്ക് നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം. ഇസ്രായേലിലെ ദേശവാസികളെല്ലാം കൂടാരങ്ങളിൽ വസിക്കണം. ഞാൻ ഇസ്രായേലിലെ ഈജിപ്ത് ദേശത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്നപ്പോൾ അവരെ ഞാൻ പാർപ്പിച്ചത് കൂടാരങ്ങളിലായിരുന്നെന്ന് നിങ്ങളുടെ തലമുറകൾ അറിയാൻ വേണ്ടിയാണിത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. തുടർന്ന് മോശ ഇസ്രായേല്യരോട് കർത്താവിൻ്റെ സമാഗമങ്ങൾ പ്രഖ്യാപിച്ചു. സങ്കീർത്തനങ്ങൾ 79. ആസാഫിൻ്റെ കീർത്തനം. ദൈവമേ, വിജാതിയർ അങ്ങയുടെ അവകാശത്തിൽ കടന്നിരിക്കുന്നു. അവർ അങ്ങയുടെ വിശുദ്ധാലയം അശുദ്ധമാക്കിയിരിക്കുന്നു. ജെറുസലേമിനെ നാശക്കൂമ്പാരമാക്കിയിരിക്കുന്നു. അവർ അങ്ങയുടെ ദാസരുടെ മൃതശരീരം ആകാശപ്പറവയ്ക്ക്, അങ്ങയുടെ ഭക്തരുടെ മാംസം നാട്ടുജന്തുവിന് ആഹാരമായി നൽകി. അവരുടെ രക്തം ജലം പോലെ ജെറുസലേമിന് ചുറ്റും ചൊരിഞ്ഞു. അവരെ സംസ്കരിക്കാൻ ആരുമില്ലായിരുന്നു. ഞങ്ങളുടെ അയൽക്കാർക്ക് ഞങ്ങൾ പരിഹാസപാത്രമായി, ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് പുച്ഛവും അവഹേളനവും. കർത്താവെ, എത്ര കാലത്തേക്ക്? അങ്ങ് എന്നേക്കും കോപിക്കുമോ? അങ്ങയുടെ തീഷ്ണത അഗ്നി പോലെ ജ്വലിക്കുമോ? അങ്ങേ അറിയാത്ത ജനതകളിലേക്കും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാത്ത രാജ്യങ്ങളുടെ മേലും അങ്ങയുടെ ക്രോധം ചൊരിയണമേ.
എന്തെന്നാൽ അവർ യാക്കോബിനെ വാരി വിഴുങ്ങുകയും അവൻ്റെ വസതി ശൂന്യമാക്കുകയും ചെയ്തു. പൂർവികരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്കെതിരെ അങ്ങോർക്കരുതേ. അങ്ങയുടെ ആർദ്രത ഞങ്ങളെ അതിവേഗം സമീപിക്കട്ടെ. എന്തെന്നാൽ ഞങ്ങൾ തീർത്തും നിസ്സാരരായിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, തിരുനാമത്തിൻ്റെ മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കണമേ. അവരുടെ ദൈവം എവിടെയെന്ന് ജനതകൾ എന്തിനു ചോദിക്കണം? അങ്ങേ ദാസരുടെ ചൊരിയപ്പെട്ട രക്തത്തിനുള്ള പ്രതികാരം ജനതകളുടെ ഇടയിൽ ഞങ്ങളുടെ കണ്ണുകൾക്ക് സുവിദിതമാകട്ടെ. ബന്ധിതന്റെ ഞരക്കം തിരുസന്നിധിയിലെത്തട്ടെ. മൃത്യുവിധിയിലായവരെ തൃക്കര ശക്തിക്കൊത്ത് അവശേഷിപ്പിക്കണമേ. നാഥ, ഞങ്ങളുടെ അയൽക്കാർ അങ്ങേക്ക് വരുത്തിവെച്ച പരിഹാസം അവർക്ക് അവരുടെ വക്ഷസിലേക്ക് ഏഴിരട്ടിയായി തിരിച്ചെത്തിക്കണമേ. അപ്പോൾ അങ്ങയുടെ ജനമായ ഞങ്ങൾ അങ്ങ് പോറ്റുന്ന ആട്ടിൻപറ്റം എന്നേക്കും അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. തലമുറ തലമുറയോളം ഞങ്ങൾ അങ്ങയുടെ സ്തുതി വർണ്ണിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. 47 ദിവസങ്ങൾ നമ്മൾ ഇന്ന് പൂർത്തിയാക്കുകയാണ്. വചന വായനയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് മുടക്കം വന്നെങ്കിൽ, നിങ്ങൾ 1-2 ദിവസം മുടങ്ങിപ്പോയെങ്കിലും ഭാരപ്പെടാതെ, വിഷമിക്കാതെ നിങ്ങളതിനെ കവർ ചെയ്യാൻ പരിശ്രമിക്കുക. ഈ ട്രാക്കിൽ തന്നെ കൃത്യമായി നമ്മൾ പോകുന്ന അതേ ദിവസങ്ങളിൽ തന്നെ അങ്ങനെ വായിച്ച് നിങ്ങൾ ഓടിയെത്താൻ പരിശ്രമിക്കുകയും ചെയ്യണം എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ 47-ാമത്തെ ദിവസത്തിൽ വളരെ ഗൗരവതരമായ ഒരു സംഭവം നമ്മൾ കാണുകയാണ്. മോശ മലയിൽ നിന്നിറങ്ങി വരാൻ വൈകി. ജനം പെട്ടെന്ന് അസ്വസ്ഥരാവുകയാണ്. മോശയെ കാണാനില്ല, മോശ എവിടെ പോയെന്ന് ഞങ്ങൾക്ക് അറിവില്ല എന്നവർ പരാതിപ്പെടുന്നു. അങ്ങനെ ആരാധിക്കാനായി അവർ കാളക്കുട്ടിയെ ആവശ്യപ്പെടുകയും അഹറോൻ സ്വർണം കൊണ്ടൊരു കാളക്കുട്ടിയെ തീർത്ത് അവർക്ക് ആരാധിക്കാനായി നൽകുകയും ചെയ്യുന്നു. നമ്മൾ ഓർമ്മിക്കണം, ഈ മരുഭൂമി യാത്രയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ സീനായി മലയുടെ അടിവാരത്തിലെത്തി ഉത്സവം ആഘോഷിച്ച് പൂജാമഹോത്സവം കൊണ്ടാടി യഹോവയായ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അവർ ആരാധിക്കുകയാണ് സീനായി മലയുടെ അടിവാരത്തിൽ. ബട്ട് നൗ ദേ വർഷിപ്പ് എ റോങ് ഗോഡ്. അവർ ദൈവമല്ലാത്തതിനെ ദൈവമായി ആരാധിക്കുന്നു. കാളക്കുട്ടിയെ ആരാധിക്കുക വഴി സത്യത്തിൽ അവർ ചെയ്തത് എന്താണ് എന്നറിയാമോ? ആപ്പിസ് എന്ന് പറയുന്ന APIS എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ ദൈവം ഉണ്ടായിരുന്നു, ഒരു ദേവൻ ഉണ്ടായിരുന്നു. ആ ദേവന് കാളക്കുട്ടിയുടെ രൂപമായിരുന്നു. ഇവിടെ സീനായ് മലയുടെ അടിവാരത്തിൽ വെച്ച് കാളക്കുട്ടിയെ ആരാധിക്കുക വഴി സത്യത്തിൽ പ്രത്യക്ഷമായി അവർ ഈജിപ്തിലേക്ക് ഒരു മടക്കയാത്ര നടത്തുകയാണ്. ഈജിപ്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരാൻ ദൈവമെടുത്ത പരിശ്രമങ്ങളെയെല്ലാം അവർ വട്ടപൂജ്യമാക്കി മാറ്റിക്കൊണ്ടാണ് ഈജിപ്തിലെ വിജാതീയ ദേവനെ ആരാധിക്കുന്നത്. 10 മഹാമാരികളിലൂടെ ഈജിപ്തിലെ ദേവന്മാരുടെ നിരർത്ഥകത തങ്ങളുടെ കൺമുമ്പിൽ ദൈവം തെളിവായി കാണിച്ചു കൊടുത്തിട്ടും ഇസ്രായേൽ കാളക്കുട്ടിയെ ആരാധിക്കുന്നത് എത്രമാത്രം ആഴത്തിൽ വിഗ്രഹാരാധനയും വിജാതീയ പൂജകളും അവരുടെ ഹൃദയത്തിൽ വേരോടിയിരുന്നു, ആഴത്തിൽ പതിഞ്ഞിരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. മനുഷ്യ ഹൃദയത്തിനുള്ള ഒരു സ്വാഭാവിക ഇഷ്ടം സത്യം വിശ്വസിക്കുക എന്നതിനേക്കാൾ നുണ വിശ്വസിക്കുക എന്നതാണ്. നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എൻ്റെ സ്വന്തം ജനമായിരിക്കുമെന്ന് പറഞ്ഞ യഹോവയായ ദൈവം ഇപ്പോൾ മോശയോട് പറയുന്നത് നിന്റെ ജനം എന്നാണ്. നിന്റെ ജനമെന്ന് മോശയോട് ദൈവം ഇങ്ങനെ പറയുന്നത് വിഗ്രഹാരാധനയിലൂടെ നാം നഷ്ടപ്പെടുത്തുന്ന ദൈവപുത്ര സ്ഥാനം അത് നഷ്ടപ്പെടുകയാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ വാക്കുകൾ നമ്മോട് പറയുന്നത്. ഉടമ്പടിയുടെ രക്തം തളിച്ചത് സൂചിപ്പിച്ചതുപോലെ ഉടമ്പടി ലംഘനത്തിൻ്റെ അനിവാര്യമായ അനന്തരഫലമാണ്, സ്വാഭാവികമായ അനന്തരഫലമാണ് മരണം എന്നുള്ളത്. വിഗ്രഹാരാധനയ്ക്ക് നേതൃത്വം നൽകിയ 3000 പേര് കൊല്ലപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഒരു മഹാമാരി ജനത്തെ പിടികൂടുകയും ചെയ്യുന്നു. ഷെക്കേമിൽ വെച്ച് നടത്തിയ കൊലപാതകത്തിൻ്റെ പേരിൽ ശാപത്തിൻ്റെ കീഴിലായിരുന്ന ഗോത്രമായിരുന്നു ലേവിയുടെ ഗോത്രം. ഇപ്പോൾ ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് കൂറുമാറുന്നവർ, ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവർ മാറി നിൽക്കാൻ മോശ ആവശ്യപ്പെടുമ്പോൾ ലേവി ഗോത്രം മാത്രമാണ് മാറി നിൽക്കുന്നത്. അങ്ങനെ ദൈവപക്ഷത്തേക്ക് മാറി നിൽക്കുക വഴി തങ്ങളുടെ കുലത്തിനും കുടുംബത്തിനും ഗോത്രത്തിനും ഉണ്ടായിരുന്ന ശാപം നീക്കപ്പെട്ട് പുരോഹിത ഗോത്രമായി ലേവ്യ ഗോത്രം തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ ദുഃഖപൂരിതമായ അധ്യായത്തിലെ വളരെ പ്രകാശം തരുന്ന ഒരു ചിന്ത. വെൻ യു ചൂസ് ജീസസ് ക്രൈസ്റ്റ്, നിങ്ങൾ ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ യു ആർ നോ മോർ അണ്ടർ കേഴ്സ്. നിങ്ങൾ ശാപത്തിന് കീഴിൽ നിന്ന് എന്നേക്കുമായി മാറ്റപ്പെടുകയാണ്. ക്രിസ്തുവിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ പക്ഷത്തേക്ക് നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾക്ക് ശാപം ഇല്ലാതാകുന്നു. എന്നേക്കുമായി ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പുരോഹിത ഗോത്രമായി ക്രിസ്തുവിലൂടെ നാം മാറുകയും ചെയ്യുന്നു. ചില വാക്കുകൾ നമ്മൾ ഗൗരവമായി എടുക്കണം. ജനം അഴിഞ്ഞാടുകയായിരുന്നു, ജനം താന്തോന്നികളാക്കപ്പെട്ടു. ഉദാഹരണത്തിന് 32-ാം അധ്യായം 25 കാണുന്ന വാക്കുകൾ,
ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നാം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ നിലവാരമനുസരിച്ച് നമ്മുടെ ധാർമ്മിക നിലവാരം ഉയരുകയോ താഴുകയോ ചെയ്യും എന്നാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, നാം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ നിലവാരമനുസരിച്ചായിരിക്കും നമ്മുടെ ധാർമ്മിക നിലവാരം. പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്നവർ പരിശുദ്ധനായി മാറും. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് ആവർത്തിച്ച് ലേവ്യരുടെ പുസ്തകത്തിൽ ദൈവം നടത്തിയ ഓർമ്മപ്പെടുത്തലുകളും ഇതിൻ്റെ ഭാഗമായി വേണം വായിച്ചെടുക്കാൻ. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്, അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധരായിരിക്കണം. പൗരോഹിത്യത്തിൻ്റെ സിസ്റ്റം ഇവിടം മുതൽ ഇസ്രായേലിൽ മാറുകയാണ്. ഇതൊരു വാട്ടർഷെഡ് മോമെൻ്റാണ്. ഇവിടം മുതൽ പ്രീസ്റ്റ്ലി സിസ്റ്റം കുടുംബത്തിൽ നിന്ന്, എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് മാറി ലേവി ഗോത്രത്തിലേക്ക് മാത്രമായി നിജപ്പെടുത്തപ്പെടുകയാണ്. ഇതുവരെ ഓരോ കുടുംബത്തിലെയും പിതാവിൽ നിന്നും ആദ്യജാതനിലേക്ക് കൈമാറപ്പെടുന്നതായിരുന്നു പൗരോഹിത്യം. ഇനി ലേവി ഗോത്രം മാത്രമാണ് പുരോഹിത ഗോത്രമായി മാറുന്നത് എന്നുള്ളതും ഈ അധ്യായത്തിലെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അനുഗ്രഹീതമായ ഒരു ദിവസം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, ഈ വചനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എത്ര എളുപ്പത്തിലാണ് ഞങ്ങൾ അങ്ങിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയം പറിച്ചു മാറ്റി വിഗ്രഹങ്ങളിലേക്കും ലോകത്തിലേക്കും ലോകവസ്തുക്കളിലേക്കും ലോകവ്യക്തികളിലേക്കും തിരിയുന്നത് എന്ന് കർത്താവെ, ഞങ്ങൾ ഈ അധ്യായം വായിച്ചപ്പോൾ ഇന്നത്തെ വചന വായനയിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാവുകയാണ്. കർത്താവെ, ഞങ്ങൾ അങ്ങിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാൻ ഇടയാകാത്ത വിധം അങ്ങയുടെ സ്നേഹം ഞങ്ങളെ പൊതിഞ്ഞു നിർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ഞങ്ങൾ അങ്ങിൽ നിന്ന് വേർപെട്ടു പോകാൻ അങ്ങ് ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നല്ല ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹീതമായ ഒരു ദിവസം നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കം കൂടാതെ നിങ്ങൾക്ക് ഈ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയും. നാളെ വീണ്ടും ഈ സ്വരം നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്, ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, ഈശോ മിശിഹായെക്കുറിച്ച് ഒരാളോടെങ്കിലും പറയാൻ പരിശ്രമിക്കുക. ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ഞാൻ നേരുന്നു. നാളെ വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടെ ബൈ. ദൈവം അനുഗ്രഹിക്കട്ടെ.